സിപിഎമ്മിന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് മധുരയിൽ ഇന്ന് കൊടിയുയരുകയാണ്. മുതിർന്ന അംഗം ബിമൻ ബസു പാർട്ടി പതാക ഉയർത്തും. പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇന്നത്തെ സമ്മേളന നടപടികളെക്കുറിച്ച്, മറ്റൊന്ന് ഈ സംഘടനാ റിപ്പോർട്ടിനെ കുറിച്ച്. സംഘടനാ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളൊക്കെ അവിടെയായി വരുന്നുണ്ട്. പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. സമ്മേളന നടപടികൾ എപ്പോഴൊക്കെയാണ്, എന്തൊക്കെയാണ്, ഒപ്പം സംഘടനാ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പുറത്തു വരുന്നത്? സമ്മേളന നടപടികൾ ഔദ്യോഗികമായി അല്പസമയത്തിനകം ആരംഭിക്കും. സീതാറാം യെച്ചൂരി പ്രമുഖ ഗ്രൗണ്ടിലെ അല്പസമയത്തിനെ മുതിർന്ന നേതാവ് ബിമൻ ബസു പാർട്ടി പതാക ഉയർത്തും. അതോടുകൂടി പാർട്ടി കോൺഗ്രസിന് 24ാം പാർട്ടി കോൺഗ്രസിന് ഔദ്യോഗിക തുടക്കമാകും. അതിനുശേഷം പ്രതിനിധി സമ്മേളനമാണ്. പ്രതിനിധി സമ്മേളനം സിപിഎമ്മിന്റെ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ബി രാഘവലുവാണ്. അദ്ദേഹം മുതിർന്ന PB അംഗമാണ്. രാഘവലു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായി ചില അഭ്യൂഹങ്ങൾ ഉയരുന്നത്, നേരത്തെ ഹൈദരാബാദിലടക്കം പാർട്ടി കോൺഗ്രസിൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചത് ജനസെക്രട്ടറി ആകുമെന്ന ചർച്ചകൾ പേര് വന്ന സീതാറാം യെച്ചൂരിയായിരുന്നു. പിന്നീട് അദ്ദേഹം തന്നെ അവിടെ ജനറൽ സെക്രട്ടറി ആവുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഇവിടെയും ഈ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന നേതാവ് തന്നെ പാർട്ടിയുടെ അടുത്ത ജനറൽ സെക്രട്ടറി മാറുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. അത്തരം സൂചനകളാണ് ഇവിടെ ലഭിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ മലയാളിയായ PB അംഗം MLA പേരും സജീവമായി തന്നെ പരിഗണനയിലുണ്ട്. ഏതായാലും ജനറൽ സെക്രട്ടറി ആയിരുന്ന കാര്യത്തിൽ 5-ാം തീയതിയോടുകൂടി മാത്രമേ വ്യക്തത വരൂ. CPM സ്വാഭാവികമായ അത്തരത്തിൽ ഒരു സൂചന നേതൃതലങ്ങളിലുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു വിവരം ഇതുവരെ കൃത്യമായി വരെ ലഭ്യമാകുന്നില്ല. അല്പസമയത്തിൽ പ്രകാശ് കാട്ട് അടക്കമുള്ള നേതാക്കൾ ഈ സമ്മേളന വേദിയിലേക്ക് എത്തുകയാണ്. പ്രകാശ് കാട്ട് അടക്കമുള്ള നേതാക്കൾ എത്തുന്നു. അല്പസമയത്തിനകം പാർട്ടി പതാക ഇവിടെ ഉയരും. അതിനുശേഷം പ്രതിനിധി സമ്മേളനവും ആരംഭിക്കും. രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കുന്നത് പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ്. സംഘടനാ റിപ്പോർട്ട് രാഘവലുവും അവതരിപ്പിക്കും. സംഘടനാ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പാർട്ടിയുടെ ഇപ്പോഴത്തെ സ്ഥിതി വ്യക്തമാക്കുന്ന കൃത്യമായ സ്വയം വിമർശന റിപ്പോർട്ട് കൂടിയാണ് CPM ഇന്ന് രാഘവലു അവതരിപ്പിക്കാൻ പോകുന്ന സംഘടനാ റിപ്പോർട്ട്. കേരളത്തിൽ മാത്രമാണ് CPM-ന് ഇപ്പോൾ ശക്തിയുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ത്രിപുരയും ബംഗാളും അടക്കം ത്രിപുരയിൽ 20% മുകളിൽ വോട്ട് വിഹിതമുണ്ട്. എങ്കിൽ പോലും അവിടെയും തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാനാകാത്ത സാഹചര്യമുണ്ട്. പാർട്ടിക്ക് വളർച്ചയുള്ള അല്ലെങ്കിൽ പാർട്ടി തളരാതെ പോകുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ. ആശാ പ്രവർത്തകരെ പാർട്ടിയുമായി ചേർത്ത് നിർത്താൻ കഴിയുന്നില്ല. ഈ അത്തരം വിഭാഗങ്ങൾ സ്ട്രീം വർക്കേഴ്സിന് വേണ്ടി വലിയ നിയമ പോരാട്ടങ്ങളും രാഷ്ട്രീയ സമരങ്ങളും നടത്തിയ പാർട്ടിയാണ് CPM. എങ്കിലും അവരെ പാർട്ടിക്കൊപ്പം നിർത്താൻ കഴിയുന്ന പകരം പാർട്ടി ശത്രുക്കളുടെ കയ്യിലേക്കാണ് അവർ പോകുന്നതെന്ന വിമർശനം ഈ റിപ്പോർട്ടിന്റെ ഭാഗമായുണ്ട്. പാർട്ടിയുടെ കേരള ഘടകത്തിന് റിപ്പോർട്ടിൽ അഭിനന്ദനമുണ്ട്. കാരണം കേരളം മാത്രമാണ് പാർട്ടിക്ക് ആ രീതിയിൽ സ്വാധീനമുള്ള മേഖല. ഏതായാലും രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് ഇന്ന് അവതരിപ്പിക്കും. അതിന്മേൽ ചർച്ചകളും ആരംഭിക്കും. നാളെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുക്കുന്ന സെമിനാറുമുണ്ട്. അത്തരത്തിൽ വിപുലമായ പരിപാടികളാണ് പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം പാർട്ടി പതാക ഉയർത്തും. ഇതോടൊപ്പം മറ്റൊരു വാർത്ത അവിടെ നിന്ന് വരുന്നത്, അരുൺ, ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന UK-യിൽ നിന്നുള്ള പ്രതിനിധിയെ ഒഴിവാക്കിയെന്നതാണ്. പാർട്ടിക്ക് ലഭിച്ച പരാതിയെ തുടർന്നാണെന്ന് അറിയുന്നു. എന്താണ് ഈ രാജേഷ് കൃഷ്ണക്കെതിരായ പരാതി? നമുക്ക് അറിയാം, ഒരുപാട് തവണ വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. എന്ത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ ഒഴിവാക്കിയത്? UK-യിൽ നിന്ന് അയർലൻഡ് 2 പ്രതിനിധികളാണ് പാർട്ടി സമ്മേളനത്തിൽ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നത്. അതിലൊരാളാണ് രാജേഷ് കൃഷ്ണ. ഗൾഫിൽ നിന്നും 2 പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിൽ നേരത്തെയും രാജ്യത്തെ കൂടുതൽ പ്രതിനിധികളെ പങ്കെടുപ്പിക്കാറുണ്ട്. രാജേഷ് കൃഷ്ണയ്ക്കെതിരെ CPM നേതൃത്വത്തിന് ഉന്നത നേതൃത്വത്തിന് പരാതി ലഭിച്ചിട്ടുണ്ട്. അവിടെ UK-യിൽ പാർട്ടി സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട പരാതികളാണ് പാർട്ടി നേതൃത്വത്തിന് ലഭിച്ചതെന്നാണ് നമുക്കറിയാം. ഇന്നലെ ചേർന്ന CCO, അതായത് സമ്മേളന നടപടിക്രമങ്ങൾ തീരുമാനിക്കാൻ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗമാണ് രാജേഷ് കൃഷ്ണയ്ക്കെതിരായ പരാതി പരിശോധിക്കുകയും ഇയാളെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കേണ്ട എന്ന തീരുമാനത്തെത്തുകയും ചെയ്തത്. നേരത്തെ PB അൻവറുമായൊക്കെ CPM നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയ ആളാണ് രാജേഷ് കൃഷ്ണ. കഴിഞ്ഞ തവണയും ഇയാൾ പ്രതിയാവാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ എതിർത്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം PV അൻവറുമായൊക്കെ വലിയ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് ഇയാളെന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു. അത് PV അൻവർ CPM-നൊപ്പം നിൽക്കുമ്പോൾ മാത്രമല്ല, അതിനുശേഷവും അൻവറിനൊപ്പം ഇയാൾ ഉണ്ടായിരുന്നു. അൻവറുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നു. അത്തരം ചില സംശയങ്ങളും പാർട്ടിക്കുണ്ട്. അതുകൂടി പരിഗണിച്ചാണ് ഇയാളെ പ്രതിയിൽ നിന്ന് ഒഴിവാക്കിയത്.
ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. മധുരയിൽ പാർട്ടി കോൺഗ്രസിന്റെ ആഘോഷ പരിപാടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് ശബ്ദമൊക്കെ കേൾക്കാം. ഉടൻ തന്നെ പതാക ഉയർത്തി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും. മധുരയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി 24-ാം പാർട്ടി കോൺഗ്രസിന് തുടക്കമാവും. നമ്മൾ ദൃശ്യങ്ങളിൽ CPM-ന്റെ മുതിർന്ന നേതാക്കളെല്ലാം കാണുന്നു. മുതിർന്ന നേതാവ് ബിമൻ ബസുവാണ് പതാക ഉയർത്തുന്നത്. അദ്ദേഹവും വേദിയിലേക്ക് എത്തുകയാണ്. ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഔപചാരിക നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, നേതാക്കളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം ദൃശ്യങ്ങളിൽ കാണാം. ഇന്ന് എന്തൊക്കെയാണ് പ്രധാനമായും ഈ പതാക ഉയർത്തൽ കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നടപടിക്രമങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്? അല്പസമയത്തിനകം പാർട്ടി കോൺഗ്രസിന്റെ 24-ാം പാർട്ടി കോൺഗ്രസിന്റെ പതാക ഉയരും. അതിനുശേഷം പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ്. അതിൽ 2 റിപ്പോർട്ടുകൾ ഇന്ന് സമ്മേളനത്തിന്റെ ഭാഗമായി പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെടും. ഒന്ന് രാഷ്ട്രീയ പ്രമേയമാണ്. നമുക്കറിയാം CPM-ന്റെ അടുത്ത 3 വർഷത്തേക്കുള്ള അടവ് നയങ്ങൾ ഉൾപ്പെടെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സഖ്യങ്ങളുടെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, കോൺഗ്രസുമായുള്ള ബന്ധം നേരത്തെ പലതവണ ചർച്ച ചെയ്തതാണ്. CPM കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അടക്കം അത് കൃത്യമായ പ്രമേയം അവതരിപ്പിച്ചതാണ്. അങ്ങനെ കോൺഗ്രസുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടാകുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് മാത്രം ഒതുക്കണം എന്ന ഒരു അഭിപ്രായമാണ് പൊതുവിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത്. അല്ലാതെയുള്ള സഖ്യങ്ങൾ CPM-ന് ഗുണം ചെയ്യുന്നില്ല. BJP ചെറുക്കാൻ, BJP സർക്കാരുകൾ തുടർച്ചയായി വരുന്നത് ചെറുക്കാൻ ജനാധിപത്യ മതേതര ബദൽ ശക്തിപ്പെടുത്തുക എന്നതാണ് പ്രധാന പോംവഴി. പക്ഷെ അതിനൊപ്പം CPM സ്വതന്ത്ര ശക്തിയായി മാറണം. നേരത്തെയൊക്കെ ഉത്തരേന്ത്യയിലടക്കം വലിയ സ്വാധീനം CPM-ന് തൊഴിലാളികൾക്കിടയിൽ ഉണ്ടായിരുന്നു, സംഘടനാ രംഗത്തുണ്ടായിരുന്നു. അത് തിരിച്ചുപിടിക്കാനുള്ള നടപടികളാകും പ്രധാനമായും പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യുക. അത്തരം നടപടികൾ അനിവാര്യമെന്ന വിധത്തിലാണ് CPM-ന് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളും ചർച്ചയാകും. ഫാസിസവും നവഫാസിസവും തമ്മിലുള്ള വ്യത്യാസവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഈ രാഷ്ട്രീയ പ്രമേയം വന്നപ്പോൾ മുതൽ ചർച്ചയായതാണ്. അത്തരം കാര്യങ്ങളുടെ ഒരു കൃത്യമായ ഒരു വ്യക്തമായ CPM വരുത്തും. BJP ഫാസിസ്റ്റ് സർക്കാരല്ല, BJP-യുടേത് നവഫാസിസ്റ്റ് സർക്കാരാണ്. ഫാസിസ്റ്റിലേക്കുള്ള വഴി യാത്രയിലാണ് അവർ. ഇതാണ് CPM-ന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഇപ്പോൾ പാർട്ടി പതാക ഉയരുകയാണ്, പാർട്ടി കോൺഗ്രസിന്റെ കൊടി ഉയരുകയാണ്. പ്രമുഖം ഗ്രൗണ്ടിലെ സീതാറാം യെച്ചൂരി നഗറിൽ CPM-ന്റെ 24-ാം പാർട്ടി കോൺഗ്രസിന്റെ പതാക അല്പസമയത്തിനകം ഉയരും. അതിനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുന്നു. വലിയ ആവേശത്തോടുകൂടിയാണ് മധുര. CPM-ന് വലിയ വളക്കൂറുള്ള, CPM രാഷ്ട്രീയത്തിന്, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് വലിയ വേരോട്ടമുണ്ടായിരുന്ന ഒരു നഗരം. ഇപ്പോഴും അതിന്റെ ബാക്കി പത്രമെന്ന നിലയിൽ പലയിടങ്ങളിലും അത്തരം സ്വാധീനമുണ്ട്. വലിയ രീതിയിൽ പാർട്ടി കുടുംബങ്ങൾ ഇവിടെ ആവേശത്തോടുകൂടിയാണ് ഈ സമ്മേളനത്തെ ഏറ്റെടുക്കുന്നത്. തുടർച്ചയായ 2 തവണ CPM-ന്റെ MP ഉള്ള സ്ഥലമാണ്. അത് പൂർണ്ണമായും CPM-ന്റെ സംഘടനാ ശക്തി കൊണ്ടുണ്ടായ MP അല്ല, DMK-യുടെ പിന്തുണയിൽ വരുന്ന വിജയമാണെങ്കിൽ പോലും നേരത്തെ പലതവണ 70-കൾ മുതൽ പലതവണ CPM പിന്നീട് CPM ഒക്കെ പലതവണ വിജയിച്ച
നിയമസഭാ സീറ്റാണ് മധുര. അവിടെയാണ് ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസ്. CPM ഒരു തിരിച്ചുവരവ് രക്ഷപ്പെടുന്നു. ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും അതിശക്തിയായിരുന്ന പാർട്ടി അത് അവിടെ നിന്ന് പിന്നോട്ട് പോയി കേരളം മാത്രം ഒരു അവശേഷിക്കുന്ന ഒരു ചുവന്ന തുരുത്തായി മാറുമ്പോൾ അത് മറികടന്ന് പാർട്ടിയുടെ സംഘടനാശേഷി, പാർട്ടിയുടെ പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് CPM. അതിനുള്ള നടപടികളാകും, സംഘടനാപരമായ ചർച്ചകളാകും ഈ സമ്മേളനത്തിൽ നടക്കുക. അതിനുള്ള കളമൊരുങ്ങുന്നു ഇവിടെ, അതിന്റെ തുടക്കമാകുന്നു ഇവിടെ. CPM-ന്റെ പാർട്ടി പതാക ഇവിടെ ഉയരുകയാണ്. വിമൻ ബോസ് BB അംഗം, മുതിർന്ന നേതാവ്, CPM-ന്റെ ബംഗാൾ സംസ്ഥാന ഘടകത്തിന്റെ മുൻ സെക്രട്ടറി വിപിൻ ബോസ് ഇവിടെ പതാക ഉയർത്തുകയാണ്. പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒക്കെ തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. PB അംഗങ്ങളുടെ വലിയൊരു നിര, 7 PB അംഗങ്ങൾ, മുഖ്യമന്ത്രി ഉൾപ്പെടെ 7 പേർ ഇത്തവണ 75 പേർ പരിധി പിന്നിടുന്നവരാണ്. പ്രകാശ് കാരാട്ടും, ബൃന്ദ കാരാട്ടും, സൂര്യകാന്ത് മിശ്രയും പോലുള്ള ഒരു കാലത്ത് തലപ്പൊക്കമുള്ള CPM-ന്റെ നേതാക്കൾ, സുഭാഷ് നെലിയെ പോലുള്ള ജനങ്ങളുമായൊക്കെ അടുത്ത് പ്രവർത്തിച്ചിരുന്ന നേതാക്കൾ, അത്തരം പല വലിയൊരു നേതൃനിര ഇവിടെ ഒഴിയുകയാണ്. CPM-ന്റെ അവർക്ക് പകരക്കാരെ കണ്ടെത്തേണ്ട സമ്മേളനം കൂടിയാണത്. പൊളിറ്റ് ബ്യൂറോയിൽ 2 വനിതകൾ പുതുതായി വരുമെന്ന് കഴിഞ്ഞ ദിവസം ബൃന്ദ കാരാട്ട് വ്യക്തമാക്കിയിരുന്നു. ആ വനിതകളിൽ ഒന്ന് കേരളത്തിലുള്ള KK ശൈലജയാകുമോ എന്ന ചർച്ചകൾ സജീവമാണ്. കേരളത്തിൽ നിന്ന് നിലവിൽ PB-യുടെ ഒഴിവില്ലെങ്കിൽ പോലും 2 വനിതകൾ ഒഴിയുമ്പോൾ അതിലൊരാളെ കേരളത്തിൽ ഇറങ്ങുമോ? അങ്ങനെയെങ്കിൽ KK ശൈലജ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിന് പുറമെ പൊളിറ്റ് ബ്യൂറോയിലേക്കും എത്തുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. അങ്ങനെയെങ്കിൽ അത് CPM-ന്റെ സംസ്ഥാന രാഷ്ട്രീയത്തിനും വലിയ രംഗമുണ്ടാക്കാൻ പോകുന്ന ഒരു തീരുമാനമായിരിക്കും. കാരണം ഒരു വനിത CPM-ന്റെ പൊളിറ്റ് ബ്യൂറോയിലേക്ക് എത്തുന്നു. അതും പലതവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെടുന്ന പേരുകളിലൊന്നാണ് KK ശൈലജ. അത്തരം ഒരാളെ PB-യെ കൊണ്ടുവരാൻ CPM തയ്യാറാകുമോ? എങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ CPM-ന്റെ സംസ്ഥാനത്തെ ശാക്തിക ചേരികളിൽ ബലാബലത്തിൽ എന്ത് മാറ്റമുണ്ടാക്കും? പിണറായിക്ക് ശേഷം ആര് മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് അതൊരു മറുപടിയായി മാറുമോ? തുടങ്ങി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ ഒറ്റ തീരുമാനത്തിലൂടെ ഉയർത്തപ്പെടുമെന്ന് ഉറപ്പാണ്. അത്തരത്തിൽ PB-യിലേക്ക് വരാൻ വേറെ ചില പേരുകളുണ്ട്. CP ജയരാജൻ മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. 75 വയസ്സോടെ എടുക്കുന്നു. പക്ഷേ അദ്ദേഹം വന്നേക്കാൻ ഒരു അഭ്യൂഹം ചില കോണുകളിൽ നിന്ന് നേരത്തെ തന്നെ ഉയർന്നതാണ്. തോമസ് ഐസക്ക് ദേശീയത്തിൽ പ്രവർത്തിക്കാൻ CPM അത്തരത്തിലുള്ള നേതാവാണ്. അദ്ദേഹം വരുമോ എന്ന് കണ്ടറിയണം. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആര് വരും? DV രാഘവലു സ്വാഭാവികമായും സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ രാഘവലു തന്നെയാകുമോ ഇത്തരത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരിക എന്ന ചോദ്യമുണ്ട്. അല്ലെങ്കിൽ MA ബേബി ആകുമോ ആ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്താൻ പോകുന്നു? EMS-ന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ CPIM-നെ രാജ്യത്ത് നയിക്കുന്ന അടുത്ത മലയാളി എന്ന പേര് MA ബേബിയിലൂടെ ആകുമോ വീണ്ടും ഉയർത്തപ്പെടുക എന്ന ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. MA ബേബിക്ക് കേരള ഘടകത്തിന് പിന്തുണയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തോട് ഇപ്പോൾ കാര്യമായ എതിർപ്പില്ല എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് വളരെ നിർണായകമായി തീരും. മുഖ്യമന്ത്രിയുടെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ തീരുമാനങ്ങളിൽ ശക്തമായ ഘടകം രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കേരള ഘടകത്തിന്റെയും തീരുമാനം ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായി മാറും. പക്ഷേ ഉത്തരേന്ത്യൻ പാർട്ടിക്ക് അല്ലെങ്കിൽ ബംഗാൾ പാർട്ടിക്ക് MA ബേബിയോട് അത്ര പഥ്യമില്ല എന്നുള്ള സൂചനകളുമുണ്ട്. അങ്ങനെയെങ്കിൽ രാഘവലു എന്ന പേരിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരുകളിലേക്കോ അശോക് ദാവലെ പോലെയുള്ള പേരുകളിലേക്കോ CPM പോകുമോ എന്നും കണ്ടറിയണം. ഏതായാലും പാർട്ടി കോൺഗ്രസിന്റെ പതാക അല്പസമയത്തിനകം ഇവിടെ ഉയരും. പ്രതിനിധി സമ്മേളനവും അധികം വൈകാതെ ആരംഭിക്കും. ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് പതാക ഉയർത്തലിനോടെയുള്ള ഒരുക്കങ്ങളാണ്. ഡൽഹി ഡൽഹി പോയി 3 മണി നേരം 24ാം പാർട്ടി കോൺഗ്രസിന് മധുരയിൽ തുടക്കമാവുകയാണ്. CPM-ന് തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും വേരോട്ടമുള്ള മണ്ണാണ് മധുര. ആ മധുരയിലാണ് ഇപ്പോൾ പാർട്ടി സമ്മേളനം വീണ്ടും എത്തുമ്പോൾ ആവേശത്തോടെ അതിനെ അണികൾ ഏറ്റെടുക്കുന്നത്. പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഇതോടെ 24ാം പാർട്ടി കോൺഗ്രസിന് ഔപചാരികമായ തുടക്കമാവുന്നു. പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന അംഗമാണ് പതാക ഉയർത്തുക. വിമൻ ബസു, ബംഗാളിൽ നിന്നുള്ള വിമൻ ബസുവാണ് ഇത്തവണ പതാക ഉയർത്തുന്നത്. മുതിർന്ന നേതാക്കളെയെല്ലാം CPM-ന്റെ ഏറ്റവും ശക്തരായ മുതിർന്ന നേതാക്കളെയെല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. பேபிங்கிறவர் அந்த கண்ணாடி போட்டிருக்காரு, அவர் தானே பேபி. 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഔപചാരികമായ തുടക്കം കുറിക്കുന്ന പതാക ഉയർത്തലാണ് നടക്കാൻ പോകുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് മധുരയിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.